കഴിഞ്ഞതിൽ നമ്മൾ വളരെയധികം ആകാംക്ഷയുള്ള സ്ഥലത്താണ് നിർത്തിയത് അല്ലേ. അതായത് സൈക്സ് മനസ്സിലായി നാൻസി ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നിർത്തും. അപ്പോൾ ദേഷ്യത്തിൽ തോക്ക് കയ്യിലെടുത്തിട്ടാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ യു നോ വാട്ട്, എനിക്കെന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ട് സൈക്സ് took out his gun. സൈക്സ് അയാളുടെ തോക്കെടുത്ത് ബൈ റിയലൈസിങ് അയാൾക്ക് പെട്ടെന്ന് ബോധം വന്നു. ഈവൻ ഇൻ ഹിസ് മാഡ്നസ്, അയാൾ ഭ്രാന്തമായ അവസ്ഥയിലാണെങ്കിലും അയാൾക്ക് ബോധം വന്നു. ദാറ്റ് എ ഷോട്ട് മൈറ്റ് ബി ഹേർഡ്, ഒരു വെടിയുടെ ശബ്ദം കേട്ടേക്കാം. ഹി ബീറ്റ് ഹെർ ടോയ്സ് അക്രോസ് ദ ഫേസ് വിത്ത് ഇറ്റ് ആസ് ഹാർഡ് ആസ് ഹി കുഡ്. പക്ഷേ ആ തോക്കുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഹി ബീറ്റ് ഹെർ ടോയ്സ്, അയാൾ 2 പ്രാവശ്യം അടിച്ചു. അക്രോസ് ദ ഫേസ്, ആളുടെ മുഖത്തിന് വിത്ത് ഇറ്റ് ആസ് ഹാർഡ് ആസ് ഹി കുഡ്, അയാൾക്ക് കഴിയുന്നത്ര ശക്തിയായിട്ട്. ഷീ ഫെൽ, ആൾ വീണു. വിത്ത് ലോ ക്രൈ ഓഫ് പെയിൻ ആൻഡ് ടെറർ, വളരെ നേരിയ രീതിയിലുള്ള ഒരു കരച്ചിലും വേദനയും ഭയവും കൊണ്ടവൾ വീണു. ആൾമോസ്റ്റ് ബ്ലൈൻഡഡ്, ഏതാണ്ട് അവൾ കണ്ണിൽ ഇരുട്ട് കയറി, കണ്ണ് കാണാതായിപ്പോയി. ബൈ ദ ബ്ലഡ് ദാറ്റ് ഫ്ലോഡ് ഫ്രം ഹെർ കട്ട് ആൻഡ് ഹെർ ഫോർഹെഡ്, ദ ബ്ലഡ്, ചോര ദാറ്റ് ഫ്ലോഡ് അങ്ങനെ പുറത്തേക്ക് വന്നു. ഫ്രം ദ കട്ട്, ആ മുറിവിൽ നിന്ന്. ഓൺ ഹെർ ഫോർഹെഡ്, നെറ്റിയിലുള്ള. ദ മർഡർ സ്റ്റാഗേർഡ് ടു എ കോർണർ, മർഡർ കൊലപാതകം സ്റ്റാഗേർഡ് ടു എ കോർണർ, ഇതിൻ്റെ ഒരു കോർണറിൽ സംഭവിച്ചു. സീസ്ഡ് എ ഹെവി സ്റ്റിക്ക് ആൻഡ് സ്റ്റക്ക് ഹെർ ഡൗൺ. ഒരു വടിയും സ്ട്രക്ക് ഹെർ ഡൗൺ, അവളെ വടി കൊണ്ട് അടിച്ചു. അപ്പോൾ ഏതാണ്ട് അവൾ കൊന്നു എന്നാണ് മനസ്സിലാവുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കാം. 13, ദ എൻഡ് ഓഫ് ദ ഗ്യാങ്ങിൻ്റെ അവസാനം. ദ സൺ ബേഴ്സ്റ്റ് അപ്പോൺ ദ ക്രൗഡഡ് സിറ്റി ഇൻ ആൾ ഇറ്റ്സ് ബ്രൈറ്റ്നസ്. ദ സൺ, സൂര്യൻ, ബേഴ്സ്റ്റ് അപ്പോൺ, അങ്ങനെ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ വന്നു. അപ്പോൾ ദ ക്രൗഡഡ് സിറ്റി, ജനങ്ങൾ തിങ്ങി നിറഞ്ഞ, ക്രൗഡ് എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നൊക്കെ, ക്രൗഡഡ് സിറ്റി ഇൻ ആൾ ഇറ്റ്സ് ബ്രൈറ്റ്നസ്, അതിൻ്റെ മുഴുവൻ വെളിച്ചവുമായിട്ട്. ഇറ്റ് ലിറ്റ് അപ്പ് എവരി കോർണർ, അത് ഓരോ മൂക്കിലും മൂലയും വെളിച്ചത്തിലാക്കി. ലിറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ തെളിച്ചു എന്നർത്ഥം. എവരി കോർണർ ഓഫ് ലണ്ടൻ, ലണ്ടൻ്റെ ഓരോ മുക്കും മൂലയും. ദ ഗ്രേറ്റ് ഹൗസസ് ഓഫ് റിച്ച്, അത് വലിയ വീടുകളും, പണക്കാരുടെ വലിയ വീടുകളും. ആൻഡ് ദ മിസറബിൾ ഹോംസ് ഓഫ് ദ പുവർ, മാത്രമല്ല വളരെയധികം പ്രയാസപ്പെട്ട വീടുകൾ, പാവങ്ങളുടെ പ്രയാസപ്പെട്ട വീടുകളും. ഇറ്റ് ഷോൺ എവരിവെയർ, അതെല്ലായിടത്തും തെളിഞ്ഞു. ഈവൺ ഇൻ ടു ദ റൂം വേർ ദ മർഡേർഡ് വിമൺ ലേ, ഈവൺ ഇൻ ടു ദ റൂം, ആ റൂമിലും. എവിടെ? വേർ ദ മർഡേർഡ് വിമൺ ലേ, കൊല്ലപ്പെട്ട സ്ത്രീ കിടന്ന സ്ഥലത്ത്. ദ ഹൊറർ ഓഫ് ദ സീൻ വാസ് ഈവൻ മോർ ഡ്രെഡ്ഫുൾ. ഹൊറർ എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ഓഫ് ദാറ്റ് സീൻ, ആ ഒരു കാഴ്ച. വാസ് ഈവൻ മോർ ഡ്രെഡ്ഫുൾ, അത് കൂടുതൽ ഭയാനകമായിരുന്നു, അതിൽ ഭയങ്കരമായിരുന്നു. ഇൻ ദ ക്ലിയർ മോർണിംഗ് ലൈറ്റ്, അത് കൂടുതൽ വെളിച്ചം വന്നപ്പോൾ, രാവിലെ കൂടുതൽ വെളിച്ചം വന്നപ്പോൾ. സൈക്സ് സാറ്റ് ദെയർ, സൈക്സ് അവിടെ എങ്ങനെ ഇരുന്നു? അണേബിൾ ടു മൂവ്, എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത. ലുക്കിംഗ് അറ്റ് ദ ബോഡി, ആ ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട്. ഹി ഹാഡ് ത്രോൺ ദ ബ്ലഡ് കവേർഡ്, അയാളിങ്ങനെ എറിഞ്ഞു. ദ ബ്ലഡ് കവേർഡ് സ്റ്റിക്ക് ഇൻ ടു ദ ഫയർ, അത് ചോര പൊതിഞ്ഞ പട്ടി അയാൾ തീയിലേക്ക് എറിഞ്ഞു. ആൻഡ് വാഷ്ഡ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ക്ലോത്ത്സ്, അയാളെ വാഷ്ഡ് ഹിംസെൽഫ്, അയാളെ കഴുകി. ആൻഡ് ഹിസ് ക്ലോത്ത്സ്, അയാളുടെ വസ്ത്രങ്ങളും. ഹി ഹാഡ് കട്ട് ഔട്ട് ദ ബിറ്റ്സ് ഓഫ് ഹിസ് ക്ലോത്ത്സ് that were stained and burned them too. He cut out of the bits of his clothes. അയാളുടെ ഡ്രസ്സിനൊക്കെ കീറിയെടുത്തു. ആൻഡ് വേർ സ്റ്റെയിൻഡ്, അതിങ്ങനെ കറ പുരണ്ടിരുന്ന അതൊക്കെ. ആൻഡ് ബേൺ ദം ടു, അതും കത്തിച്ചു, അവരുടെ ഡ്രസ്സുകളും കത്തിച്ചു. ബട്ട് ദർ വർ സ്റ്റിൽ ബ്ലഡ് സ്റ്റെയിൻസ് ആൾ ഓവർ ദ ഫ്ലോർ, പക്ഷേ അപ്പോഴും അപ്പോഴും ഉണ്ടായിരുന്നു ദ ബ്ലഡ് സ്റ്റെയിൻസ്, ചോരക്കറ ആൾ ഓവർ ദ ഫ്ലോർ, തറയിൽ മുഴുവൻ. ഈവൻ ദ ഡോഗ്സ് ഫീറ്റ് വേർ ബ്ലഡി, അവിടെയുള്ള പട്ടിയുടെ കാലടി പോലും വേർ ബ്ലഡി, രക്തത്തിൽ കുത്തിനിന്നിരുന്നു. അപ്പോൾ പട്ടി അവിടെ ഇവിടെയൊക്കെ നടന്നപ്പോൾ പട്ടിയുടെ കാലിൻ്റെ അടിയിലും ബ്ലഡിൻ്റെ
അടയാളം വന്നിട്ടുണ്ട്. ഫൈനലി ഹി ഫോഴ്സ്ഡ് ഹിംസെൽഫ് ടു ലീവ് ദ റൂം. ഫൈനലി അവസാനം അയാൾ ഫോഴ്സ്ഡ് ഹിംസെൽഫ്, അയാൾ തന്നെ കൊണ്ടുപോയി ടു ലീവ് ദ റൂമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി. പുള്ളിങ് ദ ഡോഗ് ഔട്ട് വിത്ത് ഹിം. പുള്ളിങ് ദ ഡോഗ്, പട്ടിയും പിടിച്ച് വലിച്ചുകൊണ്ട് ഔട്ട് വിത്ത് ഹിം, അയാളുടെ ഒപ്പം. ആൻഡ് ലോക്കിംഗ് ദ ഡോർ ബിഹൈൻഡ് ഹിം. അയാളുടെ പുറകിൽ അയാൾ വാതിൽ കൊട്ടി അടിച്ചുകൊണ്ട്. ഹി വാക്ക് റാപ്പിഡ്ലി നോർത്ത്. അയാൾ ഭയങ്കര സ്പീഡിൽ നടന്നു നോർത്ത് ഡയറക്ഷനിൽ. ടുവേർഡ്സ് ഹൈഗേറ്റ്, ലണ്ടനിലുള്ള സ്ഥലമായിരിക്കും. ടുവേർഡ്സ് ഹൈഗേറ്റിന് ലക്ഷ്യമായിക്കൊണ്ട്. ദെൻ ഓൺ ടു ഹാംസ്റ്റഡ്, പിന്നെ അവിടെ നിന്ന് ഹാംസ്റ്റഡിലേക്ക്. ഓൺ ദ ഓപ്പൺ ലാൻഡ് ഓഫ് ഹാംസ്റ്റഡ് ഹീത്ത്. ഓപ്പൺ ലാൻഡ്, തുറന്ന സ്ഥലത്തേക്ക്. ഹാംസ്റ്റഡ് ഹീത്തിലുള്ള തുറന്ന സ്ഥലത്തേക്ക്. അവേ ഫ്രം പീപ്പിൾ, ആളുകളിൽ നിന്ന് അകന്നുകൊണ്ട്. ആൻഡ് ഹൗസസ്, വീടുകളിൽ നിന്നും. ആൻഡ് ഹി ഫൗണ്ട് എ പ്ലേസ്, അയാൾ ഒരു സ്ഥലം കണ്ടെത്തി. ഇൻ എ ഫീൽഡ്, ഒരു ഫീൽഡിൽ. വേർ ഹീ കുഡ് സ്ലീപ്പ് വിത്തൗട്ട് ബീയിങ് ഡിസ്റ്റർബ്ഡ്. ഒരു ഫീൽഡ്, അയാൾ ഒരു സ്ഥലം കണ്ടെത്തി. വേർ ഹീ കുഡ് സ്ലീപ്പ്, അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്ന വിത്തൗട്ട് ബീയിങ് ഡിസ്റ്റർബ്ഡ്, മറ്റാരുടെയും ശല്യമില്ലാതെ. ബട്ട് ബിഫോർ ലോങ് ഹി വാസ് അപ്പ് അഗെയിൻ ആൻഡ് റണ്ണിങ്. പക്ഷേ അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഹി വാസ് അപ്പ് അഗെയിൻ, അയാൾ വീണ്ടും എഴുന്നേറ്റു. ആൻഡ് റണ്ണിങ്, ഓടാൻ തുടങ്ങി. ദിസ് ടൈം ഹി റാൻ ബാക്ക് ടുവേർഡ്സ്, ഈ സമയം അയാൾ തിരിച്ചോടുകയായിരുന്നു. ടുവേർഡ്സ് ലണ്ടൻ ഫോർ എ വൈൽ, ലണ്ടനെ ലക്ഷ്യമായിക്കൊണ്ട് ഫോർ എ വൈൽ, കുറച്ച് നേരം. ദെൻ ഹി ടേൺഡ് ആൻഡ് വെൻറ്റ് നോർത്ത് അഗെയിൻ. പിന്നെ അയാൾ വീണ്ടും തിരിഞ്ഞിട്ട് നോർത്തിലേക്ക് ഓടാൻ തുടങ്ങി. സംടൈംസ് വാക്കിംഗ്, ചില സമയത്ത് അയാൾ നടക്കുകയായിരുന്നു. സംടൈംസ് റണ്ണിങ്, ചില സമയത്ത് ഓടുകയായിരുന്നു. വിത്ത് നോ ക്ലിയർ പർപ്പസ്, ശരിയായ ഒരു ലക്ഷ്യവുമില്ലാതെ. ഇൻ ഹിസ് മൈൻഡ്, അയാളുടെ മനസ്സിൽ. ഇവൻച്വലി കുറച്ച് കഴിഞ്ഞപ്പോൾ ഹി ഫെൽറ്റ് ഹംഗ്രി, അയാൾക്ക് വിശപ്പ് തോന്നി. ആൻഡ് ചേഞ്ച് ദ ഡയറക്ഷൻ ടുവേർഡ്സ് ഹിൻഡൺ. അയാളുടെ ലക്ഷ്യം മാറ്റി. ടുവേർഡ്സ് ഹിൻഡണിലേക്ക്. എ ക്വയറ്റ് പ്ലേസ് എവേ ഫ്രം ദ ക്രൗഡ്സ്. എ ക്വയറ്റ് പ്ലേസ്, വളരെ ശബ്ദമില്ലാത്തൊരു സ്ഥലം. എവേ ഫ്രം ദ ക്രൗഡ്സ്, ജനങ്ങളുടെ ഇടയിൽ നിന്നും, തിരക്ക് പിടിച്ച ജനങ്ങളുടെ ഇടയിൽ നിന്നും. വേർ ഹീ കുഡ് ബൈ ഫുഡ്, അവിടുന്ന് ആൾക്ക് ഭക്ഷണം വാങ്ങിക്കാം. ബട്ട് ഈവൻ ദ ചിൽഡ്രൻ ആൻഡ് ചിക്കൻസ് ദ സീം ടു ലുക്ക് അറ്റ് ഹിം. ബട്ട് ഈവൻ ദ ചിൽഡ്രൻ, അവിടെയുള്ള കുട്ടികളും, ആൻഡ് ദ ചിക്കൻസ്, ഇവിടെയുള്ള കോഴികൾ പോലും, ദർ സീംഡ് ടു ലുക്ക് അറ്റ് ഹിം, അവിടെ അങ്ങനെ കാണപ്പെട്ടു. എന്തോ ലുക്ക് അറ്റ് ഹിം, അയാളെ നോക്കുന്നതായിട്ട്. അത് അയാൾക്ക് എല്ലാവരെയും സംശയമാണ് അല്ലേ. വലിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എല്ലാവരും എന്നെ നോക്കുന്നു അല്ലേ. അതേ അവസ്ഥയായിരുന്നു അയാൾക്കെന്നാണ് ഇത് പറയുന്നത്. സോ വിൽ സ്റ്റോപ്പ് ഹിയർ ആൻഡ് വിൽ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു.